ഇന്നൊരു നീണ്ട യാത്രയുടെ തുടക്കമാണ്. ഇന്ന് സത്യത്തിൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ഡിസ്ട്രിബ്യൂട്ടറോടൊപ്പം പോകേണ്ടി വന്നു. കാലിക്കറ്റുള്ള മെഡ്വെൽ എന്ന സ്ഥാപനത്തിലെ ഹസൻ കായോടൊപ്പം, ഞങ്ങളുടെ സ്വന്തം കോയക്ക. അതുകൊണ്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് നിന്നാണ്. പുള്ളിയോടൊപ്പമുള്ള വർക്ക് അവസാനിപ്പിച്ചിട്ട് ഞാൻ നേരെ തിരൂരേക്ക് വെച്ച് പിടിച്ചു. തിരൂർ എനിക്ക് 2 കസ്റ്റമറെ കാണാനുണ്ട്, പിന്നെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറേയും. പോകുന്ന വഴിയിൽ ഒരു അഡാർ ഐറ്റം കാണാനിടയായി. സംഭവം കണ്ടാ പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റല്ലോ, അത്രയ്ക്ക് മുതലായിരുന്നു ഐറ്റം. സംഭവം ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി സൈഡാക്കിയാണ്. അപ്പോഴാണ് ഈ ഐറ്റം കാണുന്നത്. മോഡൽ ഏതാന്നൊക്കെ അറിയാവുന്നവരൊന്ന് കമന്റ് ഇട്ടോളൂ. അതൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെള്ളം കൂടി ആരംഭിച്ചു. തണുത്തൊരു മോര് കുടിക്കാനാണ് പോയത്, പക്ഷെ മിൽക്ക് സർവത്ത് കണ്ടപ്പോൾ അതിലേക്ക് ചാടി. വെള്ളം കുടിയും തിരൂരിലെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചാവക്കാടേക്ക് വെച്ച് പിടിച്ചു. ചെമ്മറവട്ടത്തുള്ള 1 കിലോമീറ്റർ പാലം കടന്ന പിന്നെ ബൈപ്പാസ് എത്തി. പിന്നെ പുതിയ ബൈപ്പാസിൽ സ്ട്രെയിറ്റ് അങ്ങ് പിടിച്ചാൽ നമുക്ക് ചാവക്കാട്. പക്ഷെ അങ്ങനെ ചാവക്കാട് എത്തിയപ്പോഴേക്കും ശരീരം വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ചൂട്, രണ്ടാമത്തെ കാര്യം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, മൂന്നാമത്തെ കാര്യമാണെങ്കിൽ ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം കൂടിയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു സ്ഥലത്ത് കയറാനാണ്. പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ അവിൽ മിൽക്കിന്റെ ഷോറൂം ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഉള്ളതിൽ ഒരു ഭീമനെ തന്നെ ഓർഡർ ചെയ്തു, ഷുഗർ ഫ്രീ ആയിട്ടുള്ളത്. സംഭവം ഈ ജിമ്മന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, പേര് ബോഡി ബിൽഡർ. അതൊക്കെ ജിമ്മന്മാർക്ക്, നമുക്കിത് വിശപ്പകറ്റാനുള്ള ഒരു സാധാരണ ഐറ്റം മാത്രം. ചാവക്കാടിലെ വർക്ക് അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. ഒട്ടും ഭയപ്പെടാതെ ഞാൻ ദിവാകരനെയും കൂട്ടി കോഴിക്കോടേക്ക് പുറപ്പെട്ടു. സമയം ഒരുപാട് വൈകിയെങ്കിലും ഇന്നലത്തെ കടയെത്തിയപ്പോൾ ഞാൻ ഒന്ന് സൈഡാക്കി. ഒരു ചായ കുടിക്കാണ് ഉദ്ദേശം, പക്ഷെ ചായ കിട്ടിയില്ല, ഒരു വെള്ളക്കുപ്പിയിൽ ഒതുക്കേണ്ടി വന്നു. കാരണമായിട്ട് പറഞ്ഞത് ഗ്യാസ് ആണ്. ഇനി എന്തൊക്കെയായാലും തിരിച്ചു പോരല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇവൻ വന്ന ഭാഗ്യമാണെന്നാണ് പഴയ ആളുകൾ പറയുന്നത്. അതെന്താണെന്ന് അറിയില്ല, ചിറകൊടിഞ്ഞിട്ടാണ് പാവത്തിന് എന്റെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായത്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എനിക്ക് മെയിൻ ആയിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. ഇന്ന് ബുധനാഴ്ചയാണ്. ഈ കഴിഞ്ഞ 3 ദിവസത്തെ റിപ്പോർട്ടുകൾ ഞാൻ ഇന്നാണ് സബ്മിറ്റ് ചെയ്യാറുള്ളത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടക്കട്ടെ, നാളെ കാണാം.